ഞാനിങ്ങനെ കരയാണ്. എന്തെന്നറിയോ, 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ കോഴിക്കോട് ബീച്ചിലേക്ക് ഇങ്ങനെ പോയപ്പോ. എന്തിന്? അല്ലാതെ പുറത്ത് ഭയങ്കര തണുപ്പാ, അതുകൊണ്ട് കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടി ഇറങ്ങിയതാ. എന്നിട്ട് എന്ത് പറ്റി? ഒരു അന്യ സ്ത്രീയും അന്യ പുരുഷനും ഇങ്ങനെ സംസാരിക്കാണ് കോത്തു പിടിച്ചിട്ട്. എന്നെ കണ്ടപ്പോ അവർ 2 പേരും മാറി. അത്രേ ഉള്ളൂല്ലേ? ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു. അവിടെ ആരില്ലാത്ത സമയത്താണ് അവർ സംസാരിച്ചത്. പക്ഷെ എന്നെ കാണുമ്പോ അവർ മാറി. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. ചിലപ്പോ എന്നെ പേടിച്ചതായിരിക്കാം, ഇല്ലെങ്കിൽ ഈ വെള്ള വസ്ത്രം ഈ തലപ്പാവ് കണ്ട് പേടിച്ചതായിരിക്കാം. അതെനിക്ക് നേരത്തെ മനസ്സിലായി. 7 ദിവസം ഈ പന്നിന്റെ മോറ് കണ്ട് നമ്മൾ പനിച്ചു കിടന്നേ. അപ്പൊ മാറിയപ്പോ ഞാനിങ്ങനെ കരയാണ്. എന്തിനാ കരയുന്നെന്ന്? എന്തെന്നറിയോ, എന്നെ കണ്ടപ്പോ അവർ മാറി. എന്തിനാ? പക്ഷെ ഞാൻ കണ്ടാൽ എന്തും ചെയ്യാൻ പോവില്ല. പക്ഷെ പഠിച്ചോനി അത് തുടങ്ങിയ മുതൽ അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ദൈവത്തിന് അതല്ലേ ജോലി. എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ഇയാൾ. പഠിച്ചോന് കാണുന്നുണ്ട് പറഞ്ഞുകൊണ്ട് പേടിച്ചിട്ടില്ല. എന്നെ പേടിച്ചപ്പോ എനിക്ക് വെച്ച ആ വില പഠിച്ചോന് വെച്ചിരുന്നെങ്കിൽ. അതാ നിന്റെ വിഷമം. ഏത് നൂറ്റാണ്ടിലാ ചേട്ടൻ ജീവിക്കുന്നത്? നിനക്ക് പ്രാന്താണ്. ഞാനിത് റീച്ചിന് വേണ്ടി ഒന്നും പറയുന്നല്ല. നാണാവില്ലോടോ എനിക്ക്. നല്ല ആരോഗ്യമുണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചൂടെ? സുബ്ഹാനല്ലാഹ്, ഇന്ന് റോഡിൽ ഇറങ്ങിയ ഒന്നിന്റെ തലയിൽ തട്ടമില്ല. ഇവറ്റേക്കൊക്കെ തനി പ്രാന്താണ്. പൈസ ഇല്ലേ? പൈസ ഇല്ലെങ്കിൽ ഞാൻ തരാ. ഒരു ഷോൾ വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ അതിന്റെ പൈസ ഞാൻ തരാം നിനക്ക്. നീ നിന്റെ കാര്യം നോക്കടാ. എന്ത് ചെയ്യാനാ, അന്യരുടെ കാര്യത്തിൽ തലയിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. ആ മുടി ഔറത്താണല്ലേ. 1ാം ക്ലാസ്സിൽ വരെ പഠിപ്പിക്കുന്നുണ്ട് മദ്രസയില്. സുബ്ഹാനല്ലാഹ്, എന്തേ തല മറക്കാൻ മടി? ഞാൻ ചോദിക്കട്ടെ. ന്യൂ ജനറേഷൻ പിള്ളേരല്ല. നീ നിനക്ക് ഇഷ്ടമുള്ള ജീവിക്കാർമാനെ, മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കട്ടെ. ഷോൾ ഉള്ളവർ കാണിക്കുന്ന പരിപാടി കവത്തിലിടാണ്. ഷോൾ ഉള്ളവർ, ഇല്ലാത്തവരൊന്നും കാണിക്കുന്നില്ല. നീ നിന്റെ പണി നോക്ക്. എന്റെ പൊന്നു സാറേ, ഒരു പ്രാന്താണ്. ഒരു ഷോള് വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ ഞാൻ തരാം നിങ്ങൾക്ക്. മെസ്സേജ് അയച്ചോ. നീ ചുമ്മാ ഒരുമാതിരി ഈ ഫേസ്ബുക്ക് അമ്മാമാരെ പോലെ സംസാരിക്കാതെ. എന്റെ മുടി ഔറത്താണല്ലോ പെങ്ങളെ. അത് മദ്രസയിൽ പഠിച്ചില്ലേ? എന്താ കൊച്ചുവായിൽ വലിയ വർത്താനം പറയണ? ഇടിച്ച് നെഞ്ചാമുടി കളക്കി കളയും. നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ്. പിന്നെ മാങ്ങാത്തുലിയാണ്. ഓ, എന്ത് പറയാനാ, എന്തോ കൂടിയത് അടിച്ചോണ്ട് വന്നിരിക്കുക. എനെങ്കിലും തല മറച്ച് നടന്നോളി. നിന്റെ കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുത്തോളി. അവളും തല മറച്ചുകൊണ്ട് നടക്കട്ടെ. ഇൻഷാ അല്ലാഹ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്. പഠിച്ചോൻ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻക്ക് 4 അടയാളങ്ങൾ ഉണ്ടാകും. എന്ത്? 1 രോഗം, 2 ദാരിദ്ര്യം, 3 ദുഃഖം, 4 മറ്റുള്ളവർക്കിടയിൽ വിലയില്ലാതിരിക്കലാണ്. നല്ല ബെസ്റ്റ് കഥ. ഇവനും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നിങ്ങൾക്ക് സ്വർഗം വേണോ? കുനിഞ്ഞു നോക്കിയാൽ മതി.